ഇപ്പം നല്ല മാങ്ങാ സീസണാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു സീസണിലാണ് നമ്മൾ 1 വർഷത്തേക്കും 2 വർഷത്തേക്കൊക്കെയുള്ള മാങ്ങ ഉപ്പിലിടുന്ന ഒരു സമയം. അപ്പോൾ ഉപ്പിലിടുന്ന സമയത്ത് പലർക്കുള്ളൊരു പരാതിയാണ്, ഞാനിപ്പോൾ എങ്ങനെ ഉപ്പിലിട്ടാലും അതിന് പൂപ്പൽ വരുന്ന, അതുപോലെ തന്നെ കൂത്തൻ. നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറം ഭാഷയെ പറയുകയാണെങ്കിൽ അതിന് കൂത്തൻ എന്നൊക്കെ പറയും. കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ അല്ലേ. നമ്മൾ വെള്ളം കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു ഉപ്പിലിട്ട വെള്ളത്തിനൊക്കെ പൂപ്പലും കൂത്തൻ നിറയുന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വെറുപ്പാണല്ലേ ആ ഒരു ഉപ്പുമാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം വരെ ഒരു കൂത്തനോ പൂപ്പലോ ഒന്നും വരാതെ, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരാതെ അടിപൊളി ഉപ്പുമാങ്ങ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ചിട്ട് നമുക്ക് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പിലിടുന്ന വീഡിയോ ആണ് കേട്ടോ ഇവിടെ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുമാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഉപ്പ് നല്ല കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ഉപ്പുമാങ്ങക്ക്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മാങ്ങ എടുക്കുന്നതും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണ്ട ചെയ്യാൻ. മാങ്ങ പൊട്ടിയതോ അല്ലെങ്കിൽ വാടിയതോ ഒന്നും എടുക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങനെ നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പഴുക്കാനായ മാങ്ങയാണ് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, എന്നാലോ പുളിയില്ലാത്ത മാങ്ങ എടുക്കരുത് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ, പുളി എത്രത്തോളം ഉണ്ടോ അതൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ നമുക്ക് അറിയാൻ പറ്റും, നല്ല പുളിച്ചി മാങ്ങ, നാടൻ മാങ്ങയൊക്കെയാണ് ഉപ്പിലിടാറുള്ളത്. ഇപ്പോൾ പിന്നെ നമുക്ക് കടപ്പുറത്തു നിന്നൊക്കെ കിട്ടുന്ന മാങ്ങ ഉണ്ടല്ലോ, അതിന് പുളിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു രീതിയല്ലല്ലോ നമ്മൾ 1 വർഷത്തേക്കുള്ള ഉപ്പുമാങ്ങ. അപ്പോൾ അത് നല്ല ചീഞ്ഞ പോലെ ആയിരിക്കും ഉൾഭാഗമൊക്കെ ഉണ്ടാവുക. തൊലിയൊക്കെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് തൊലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സീക്രട്ടൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഒരു 1.5 കിലോൻ്റെ അടുത്ത് മാങ്ങ ഉണ്ടാവും. നല്ല സാധാരണ മാങ്ങയാണ് കേട്ടോ, നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. ആ ഒരു മാങ്ങ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റൗമിലാണ് നിങ്ങൾ വെള്ളം നിൽക്കണമെന്നുണ്ടെങ്കിൽ, തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തിളക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മാങ്ങ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും തോട്ടിൽ നിന്നൊക്കെ വീണ് പോവുക, നിലത്തിലേക്കൊക്കെ പതിഞ്ഞിട്ടുള്ള മാങ്ങയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉപ്പിലിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഉപ്പിലിടുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ വേഗം ഉപയോഗിക്കാനാണെങ്കിൽ ഉപ്പിലിടുക കേട്ടോ. ഇതുപോലെ 1 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ ഉപ്പുമാങ്ങ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചതഞ്ഞ മാങ്ങ ഒന്നും ഒരിക്കലും നമ്മൾ അതിലേക്ക് ഇടാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും മാങ്ങയ്ക്ക് വേറൊരു കളർ ചേഞ്ച് ആയിട്ട് എന്തോ ഒരു പറയാൻ കഴിയാത്തൊരു തഞ്ഞ ചൊയ ആ ഒരു ഉപ്പുമാങ്ങൻ്റെ വെള്ളത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ഉപ്പുമാങ്ങ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക. ഈ മാങ്ങ ഇപ്പം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ നമുക്ക് വെക്കാൻ പാടുള്ളൂ, ഒരുപാട് സമയം വെക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത് കേട്ടോ, ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല, ഉൾഭാഗം വെന്ത് പോവും. നമുക്ക് ഈ ഒരു തൊലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും വേണം, എന്നാൽ ഉൾഭാഗം ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാങ്ങ മുകൾ ഭാഗത്തേക്ക് നിന്ന സ്ഥലം മാത്രം കുറച്ചൊരു ഗ്രീൻ കളറും ബാക്കിയൊക്കെ നല്ലോണം വാടിയ കളറും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലോണ്ട് ഇന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറഞ്ഞിട്ടില്ല. നമ്മൾ കെറ്റലിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ മൂടി വെക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ആവിയൊന്നും പോവാതെ വെള്ളമൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ചൂടോട് കൂടി പെറുക്കാതെ കൈ വെച്ചിട്ട് പെറുക്കണ്ട കേട്ടോ, കൈയൊക്കെ പൊള്ളി പോവും. പിന്നെ ഉപ്പുമാങ്ങയുടെ പൂതിയൊക്കെ നമുക്ക് തീരും. അപ്പോൾ ഞാൻ കയ്യിലോണ്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് കോരി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ അറിയോ, നമുക്കിതിലൊന്ന് മൂടി വെക്കുമ്പോൾ ഈ മാങ്ങമ്മലുണ്ടാവും നമ്മൾ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചെറിയ ചെറിയ വൈറ്റ് കളറിലുള്ള പാറ്റകൾ. നമ്മൾ ചില മാങ്ങ നമുക്ക് കാണാറില്ലേ, ഒരു ഇങ്ങനെ വൈറ്റ് കളറിൽ ഓരോ പൂപ്പൽ പോലെയൊക്കെ, അതൊക്കെ പ്രാണികളാണ് കേട്ടോ, നമ്മൾക്ക് കാണാൻ കഴിയൂല. അതുപോലെ തന്നെ ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഇതിന്മേലുണ്ടാവും. അപ്പോൾ അതൊക്കെ നശിക്കാനും ഒക്കെ പറ്റും ഈ ഒരു തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം നമ്മളൊന്ന് മൂടി വെച്ചാൽ.
അപ്പോൾ ഇത് നമ്മൾ ആ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഊറ്റി വെക്കുന്ന സമയത്ത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം, ഒരു 10 ഗ്ലാസോളം വെള്ളം കെറ്റിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഉപ്പിലിടുന്ന സമയത്തേക്ക് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ മാങ്ങ എപ്പോഴാണെങ്കിലും ഉപ്പിലിടുമ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്നും ഉപ്പിലിടാൻ പാടില്ല. നമ്മൾ ആ ഒരു പിന്നെ തിളക്കാത്ത വെള്ളത്തിലും ചെയ്യരുത് കേട്ടോ, വർഷമൊക്കെ വെക്കുമ്പോഴേക്കും കേടാവും. അപ്പോൾ തിളച്ച വെള്ളം നല്ലോണം ചൂടാറി തിളപ്പിച്ചാറിയ വെള്ളം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കണം നല്ലതാണ്. എന്നാൽ നമ്മൾ ഈ മാങ്ങൻ്റെ ഈ ഒരു വെള്ളത്തിലിടലും മൂടി വെക്കലും തോർത്തലൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം നല്ലോണം ചൂടാറിയിട്ട് കിട്ടും. അപ്പോൾ ഈ മാങ്ങ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കുന്നത്. എന്നാലും ആ ഒരു അടിഭാഗം നമ്മൾ മാങ്ങമേൽ ഒട്ടിയ സ്ഥലവും താഴോട്ടുള്ള സ്ഥലത്തൊക്കെ കുറച്ചൊരു നനവുണ്ട്, അതൊന്ന് തോർത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് തോർത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഉപ്പിലിടുമ്പോൾ എന്താ അറിയോ, നമ്മൾ ചില ആളുകളൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പിലിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇതിൻ്റെ ഈ ഒരു കറ ഉണ്ടല്ലോ, ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്ത്, ആ ഞെട്ടിൻ്റെ ഭാഗത്തുള്ള കറ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ തോർത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ള കറൊക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് എടുത്തിട്ട് ഒരു തുള്ളി കറയുടെ അംശമൊന്നും ഇതിലുണ്ടാവാൻ പാടില്ല. കറയൊക്കെ ഉണ്ടായ എന്താ പറയുക, നമ്മളവിടെ അതിന് ചുണ എന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളൊക്കെ നാട്ടിൽ മാങ്ങാക്കറക്ക് എന്താ പറയാന്നുള്ളതൊന്ന് പറഞ്ഞു തന്നെ. മുമ്പൊക്കെ കുട്ടികൾ ഈ ഒരു വേനൽക്കാലം സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്താണല്ലോ ഈ മാങ്ങൻ്റെ കാലമൊക്കെ, നല്ല വെയിലും ചൂടും കാറ്റും അതിൽ കുറേ മാങ്ങ വീഴലും എല്ലാം കൂടെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ അതിനൊന്നും ഇല്ല കേട്ടോ, കുട്ടികൾക്കൊന്നും ഒഴിവില്ല. ഏത് വെക്കേഷനായാലും മക്കൾക്കൊക്കെ പഠിക്കണം, ഉമ്മമാരായാലും ഒക്കെ ട്യൂഷനായിട്ടും ഒക്കെ പഠിപ്പിക്കണ ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറുപ്പകാലത്ത് സുഖം സന്തോഷമൊന്നും നമ്മളെ മക്കൾക്ക് ഇപ്പല്ലേ. അപ്പോൾ ഞാൻ ആ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മാങ്ങാച്ചോണൊക്കെ ഒന്ന് വെള്ളമൊക്കെ തോത്തി കളയുന്ന സമയമാകുമ്പോഴേക്കും ഈ വെള്ളം തണുക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഒരു തളിയേക്കും ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചിരിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ 2 പാത്രത്തിലായിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു പരിപാടിക്ക് തുടങ്ങിയാൽ മതി കേട്ടോ, എന്നെപ്പോലെ ആവണ്ട. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് എന്താ അറിയോ, നമ്മൾ മാങ്ങാച്ചൊണ എന്ന് പറഞ്ഞ ആ ഒരു ചുണൊക്കെ നമ്മളെ വായിൻ്റെ അടുത്തൊക്കെ മുറിയൊക്കെ ആയിട്ട് ഒരുപാട് കാലം ഉണ്ടാവില്ലേ. എല്ലാ കുട്ടികളെയും ചുണ്ടിൻ്റെ അവിടെ നല്ല മുറി ഉണ്ടാവും. അതൊക്കെ ഒരു മാങ്ങാച്ചൊണ തട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക ഒരു മാങ്ങാച്ചുണക്ക് എന്ന് പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ചുണ എന്നാണ്, ചിലയിടത്ത് മാങ്ങൻ്റെ കറ എന്നൊക്കെ പറയുന്ന നാടുണ്ടാവും. നിങ്ങളെ കമൻറ്റിനനുസരിച്ചാണല്ലോ മറ്റുള്ളവർക്കും കൂടെ ഒരു അറിവ് കിട്ടുക. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊക്കെ നാട്ടിൽ വ്യത്യസ്ത നാടുകൾ, വ്യത്യസ്ത ഭാഷകൾ, ശൈലികളൊക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഉപ്പിലിടുന്ന പ്ലാസ്റ്റിക് പാത്രത്തിലാണോ എന്ന്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നുമല്ല കേട്ടോ ഉപ്പിലിടുന്നത്, ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഭരണി നല്ല കുണ്ടാണല്ലോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് കാണുമല്ലോ ഉപ്പിൻ്റെ അളവൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് ആ ഒരു ഭരണിയിൽ തന്നെ കേട്ടോ ചെയ്യണത്. ഉപ്പുമാങ്ങക്ക് കൂടുതലും നമ്മൾ ഉപ്പ് ചേർക്കാന്നുള്ളതാണ്. അപ്പോൾ 1 കിലോ മാങ്ങ വെച്ചിട്ട് നിങ്ങൾ ഉപ്പുമാങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് 1/2 കിലോ കല്ലുപ്പ് എന്നാണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ ഒരുപാട് ഉപ്പ് കൂടുമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം നമ്മൾ എത്ര മാങ്ങ ഇടുന്നോ അത്രത്തോളം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കും ഉപ്പുമാങ്ങക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഉപ്പാണല്ലോ ടേസ്റ്റ്. ആ ഒരു ഉപ്പ് പിടിക്കാനൊക്കെ കണ്ടിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് നിരത്തി വെക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഞാനിതാ ഭരണിയിൽ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഉപ്പ് നേരെ ഭരണിയിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ തോർത്തി ക്ലീൻ ആക്കിയിട്ടുള്ള ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നിരത്തി അങ്ങനെ വെച്ചെടുത്തിട്ട് നിറയെ വെച്ച് കൊടുക്കാം. എന്നിട്ടാണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം തിളപ്പിച്ചാറിയിട്ട് തണുത്ത വെള്ളം തന്നെ നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ. പിന്നെ ഉപ്പുമാങ്ങിൽ സാധാരണ ചില ആളുകളൊന്നും മുളകിടാറില്ല. പക്ഷേ എനിക്ക് മുളകിട്ട ഉപ്പുമാങ്ങ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ.
ഞാനിപ്പോൾ സാധാരണ നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ കപ്പലുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാന്താരി ആണെങ്കിൽ അത്രയും നന്ന്. കാന്താരി ഇട്ടിട്ട് നിങ്ങളൊന്ന് ഉപ്പിലിട്ട് നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കാന്താരി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ ദാ വെള്ളം ഒഴിച്ചു. വെള്ളം നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് മാങ്ങ എത്രത്തോളം ഉണ്ടോ അതിനെ മുങ്ങിക്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉപ്പുമാങ്ങൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളൊരു വർഷമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഉപ്പുമാങ്ങൻ്റെ വെള്ളം ഉണ്ടല്ലോ മക്കളെ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. കൂട്ടണ സമയത്ത് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അത് ഇത്തിരി വെള്ളം മതിയാവും നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കോളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 ഗ്ലാസ്സോളം വെള്ളം നല്ലോണം തിളപ്പിച്ച് ചൂടാറ്റിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് സുർക്ക ഉണ്ടല്ലോ, ആ ഒരു സുർക്കയും കൂടി ഒഴിക്കാനുള്ള സുർക്കയും കൂടി ഒഴിക്കുമ്പോഴേക്കും ഇത് നല്ലോണം മാങ്ങൊക്കെ മുങ്ങിക്കെടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭരണി നിറയെ വെള്ളം ഒഴിച്ചാലും മാങ്ങ അടിയിലോട്ടൊന്നും പോകില്ല കേട്ടോ. മാങ്ങ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി മുങ്ങാൻ വിചാരിച്ച് വെള്ളം അങ്ങനെ ഒഴിക്കണ്ട, അതൊക്കെ ഒരു കറക്റ്റിന് തന്നെ ഒഴിച്ചോളൂ. ഇനി നമുക്ക് തീരെ പൂപ്പൽ വരാതിരിക്കാനും അതുപോലെ തന്നെ അണുക്കളൊന്നും വരാതിരിക്കാനും പാറ്റ പല്ല് അതൊന്നും ഇതിൻ്റെ 7 അയലത്ത് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. അതായത് നമുക്ക് കുറച്ച് എണ്ണ കയ്യിലെടുക്കുക, എണ്ണയോ വെളിച്ചെണ്ണയോ എന്തായാലും കയ്യിലെടുത്തിട്ട് ഈ ഒരു ഭരണി, നമ്മൾ ഭരണിയിലാണോ കുപ്പിയിലാണോ എവിടെയാണെങ്കിലും ഇടുന്ന സമയത്ത് ആ ഒരു മൂടിമലും ചുറ്റോട് ചുറ്റും ഇതുപോലെ ഒന്ന് തേച്ചെടുക്കട്ടോ. വെളിച്ചെണ്ണ തേച്ചെടുക്കണ്ട, കടുകെണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക. അതല്ലാന്നുണ്ടെങ്കിൽ മണമില്ലാത്ത ഏത് ഓയിലും ചെയ്ത് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്മെല്ലടിക്കും. അപ്പോൾ ഓയിലോ എന്തെങ്കിലും പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതാ സുർക്ക, ഒരുപാട് സുർക്കൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഈ ഒരു മാങ്ങക്കന്നെ നല്ല പുളിയാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ ഒരുപാട് കാലം നമ്മൾ വെക്കുമ്പം ഒരു പ്രാണിയുടെ ശല്യമോ കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സുർക്ക നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ്സോളം, ഒരു 100 ഗ്രാമോളം സുർക്ക മതിയാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ സുർക്ക കഴിഞ്ഞു, ലേശം ഉള്ളായിരുന്നു കേട്ടോ. ആ കുപ്പിൻ്റെ മൂട്ടിൽ ലേശം ഉള്ളതിന്, അതാണ് കുപ്പി മുഴുവനും ഒഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു മാങ്ങൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു തൊലിയൊക്കെ സോഫ്റ്റ് ആക്കിയിട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസമാകുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങാം. പക്ഷേ ഇത് എത്രത്തോളം ദിവസം വെക്കുന്നോ അത്രത്തോളം നമുക്കിത് ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് എടുത്താലും ഇത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിൻ്റെ വെള്ളമൊക്കെ നിൽക്കട്ടോ. അതല്ല നമ്മൾ മാങ്ങൊന്നും തോർത്താതെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ കുറച്ചിട്ടൊക്കെയാണ് ചെയ്യണത്, തിളക്കാത്ത വെള്ളത്തിലൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സുർക്കൊന്നും ഒഴിക്കാതെയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ചതഞ്ഞതും പൊട്ടിയതും പൊളിഞ്ഞതും വാടിയതൊക്കെ മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പൂപ്പലും വരും, പൂത്തനും ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഉപ്പുമാങ്ങ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും ഫേസ്ബുക്കിലേക്ക് വേഗം പോകാനുള്ളൊരു ഓപ്ഷന്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നമ്മുടെ പേജിലെത്തും. എന്നിട്ട് നിങ്ങൾ നമ്മുടെ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒന്ന് ഷെയർ, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക്, ഈ ഒരു വീഡിയോക്ക് യൂട്യൂബിൽ കാണുകയാണെങ്കിലും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കൊരു ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, ഓരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടാണെങ്കിലും ചക്ക വെച്ചിട്ടാണെങ്കിലും എന്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും വരിക. അതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാതെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനുള്ള ഓപ്ഷൻ വെക്കുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതൊന്നും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാങ്ങ. ആരും മോശമാക്കി കളയല്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാങ്ങ പറിക്കുന്ന ഒരു വീഡിയോ കണ്ടില്ല നിങ്ങൾ, നമ്മൾ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അത് നിങ്ങൾക്ക് വേണം, അത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മളൊരു കുപ്പി, ഒരു ലിറ്ററിൻ്റെ കുപ്പി വെച്ചിട്ടാണ് അതുപോലുള്ളൊരു തോട്ടി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്.
ഏത് മുകളിൽ നിന്ന് നമുക്ക് മാങ്ങ വീഴാതെ ചതയാതെ ഏത് പഴങ്ങളും പറിക്കാൻ പറ്റുന്നൊരു അടിപൊളി തോട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ആ തോട്ടി നിങ്ങൾക്ക് വേണം ഉണ്ടാക്കുന്നത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി തോട്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.